अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीൻ. വാഖത്ത് മസീഹ് അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന്റെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള സ്വാധീനങ്ങൾ ഏത് ചിന്തയോടുകൂടിയാണോ അവയെ പാരായണം ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അവ സ്വാധീനം ചെലുത്തുക. ഇത് സംബന്ധിച്ച് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. പറയുന്നു, എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഡിബേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് സൊസൈറ്റികളെ സംബന്ധിച്ച്, സംവാദ സൊസൈറ്റികളെ സംബന്ധിച്ചാണ് ഹുസൂർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാൾ അനുകൂലമായും മറ്റൊരാൾ പ്രതികൂലമായും പറഞ്ഞുകൊണ്ടിരിക്കും. അതുമൂലം ചിലപ്പോൾ ചിന്തകളിൽ മാറ്റം സംഭവിക്കും. കാരണം സംസാരിക്കുന്നവർ തങ്ങളുടെ ഹൃദയത്തിലുള്ളതല്ല പറയാറ്. ഒരുതരം മത്സരത്തിന്റെ ചിന്തയാണ് അവനപ്പോൾ ഉണ്ടാവുക. ഏതായാലും ഇത് ചിലപ്പോൾ ഈമാനിൽ മാലിന്യങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, മൗലവി മുഹമ്മദ് ഹസൻ സാഹിബ് അംബ്രുഹി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയുണ്ടായി, മൗലവി ബഷീർ അഹമ്മദ് സാഹിബ് വാഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാമിനെ എന്നും പിന്തുണച്ചിരുന്ന ആളായിരുന്നു. ഞാനാണെങ്കിൽ അന്ന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എതിരാളിയായിരുന്നു. അതായത് മൗലവി മുഹമ്മദ് ഹസൻ സാഹിബ് എന്ന് എതിർത്തിരുന്നു. മൗലവി ബഷീർ സാഹിബ് എപ്പോഴും മറ്റുള്ളവരെ ബറാഹിനെ അഹമ്മദിയ വായിക്കാൻ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഈ വ്യക്തി മുജദ്ദിദാണെന്ന് പറയാറുണ്ടായിരുന്നു. അതായത് ഗ്രന്ഥകർത്താവ് പറയുന്നു, അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മൗലവി മുഹമ്മദ് ഹസൻ സാഹിബ്, അതായത് മുഹമ്മദ് ഹസൻ സാഹിബ് മൗലവി ബഷീർ സാഹിബിനോട് പറഞ്ഞു, വരൂ നമുക്ക് സംവാദം നടത്താം. അദ്ദേഹം മുജദ്ദിദ് ആണോ അല്ലേ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ സംവാദം നടത്തേണ്ടത് ഇപ്രകാരമാണ്: താങ്കൾ അനുകൂലിക്കുന്ന വ്യക്തിയായതിനാൽ വിമർശന ബുദ്ധിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതായിരിക്കും. ഞാൻ എതിരാളിയായതിനാൽ അദ്ദേഹത്തെ അനുകൂലമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കും. 7-8 ദിവസം പുസ്തക പാരായണത്തിനായി നിശ്ചയിക്കപ്പെട്ടു. രണ്ടുപേരും പുസ്തകം വായിക്കുകയും ചെയ്തു. അതിന്റെ ഫലം എന്തുണ്ടായെന്നാൽ എതിരാളിയായ ഞാൻ അഹമ്മദിയാവുകയും ജമാഅത്തിനോട് അടുത്തിരുന്ന അദ്ദേഹം തീർത്തും ജമാഅത്തിൽ നിന്ന് അകന്നു പോവുകയുമുണ്ടായി. മൗലവി ഹസൻ സാഹിബിന് കാര്യം മനസ്സിലായി. ബഷീർ സാഹിബിന്റെ ഹൃദയത്തിൽ നിന്നും ഈമാൻ അകന്നുപോയി. അതിൽ തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിക്കൊണ്ട് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു,
മനഃശാസ്ത്രപരമായി നോക്കുന്നതായാൽ ഡിബേറ്റ്സ് ചെയ്യുക എന്നത് വളരെ ദുസ്വാധീനം ഉളവാക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ അത് വളരെ വലിയ നഷ്ടത്തിന് കാരണമാകും. വളരെ സൂക്ഷ്മമായ വിഷയങ്ങളാണവ. എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആയതിനാൽ നല്ല കാര്യത്തിലും അത് വിമർശനാത്മകമായി വിശദീകരിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ മാർഗഭ്രംശത്തിന് കാരണമാകുന്നു. വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പേർ ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയും ഇങ്ങനെയുമൊക്കെ എഴുതിയിട്ടുള്ളതായി ഞങ്ങൾ വായിച്ചു എന്നൊക്കെ. അതെന്തുകൊണ്ടെന്നാൽ അവർ വായിക്കുന്നത് തന്നെ ആക്ഷേപം തമ്മിൽ തട്ടിച്ച് നോക്കാതെയാണ് അവർ വായിക്കാറ്. ഇക്കാര്യം പുതിയതൊന്നുമല്ല. ആക്ഷേപം ഉന്നയിക്കുന്നവർ ദൈവവചനത്തിൽ പോലും ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറയുന്നു, ഇത് മുഅ്മിനീങ്ങൾക്ക് ശമനൌഷധവും കാരുണ്യവുമാണ്. എന്നാൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ അക്രമികൾ. അവർക്ക് ഇത് നഷ്ടം വരുത്തിവെക്കുന്നു. ഇതുമൂലം അവർക്ക് നഷ്ടം ഭവിക്കുന്നു. അവർ അതിൽ നിന്ന് അകന്നുകൊണ്ടേ പോകുന്നു. വീണ്ടും അള്ളാഹുവിനെതിരിൽ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. മതത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങുന്നു. ആയതിനാൽ ദൈവവചനമാണെങ്കിൽ തന്നെ പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി വായിക്കുന്നതുവരെ അത് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഹദരത്ത് മുസ്ലിം അൻഹു വാഗ്ദത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹാജരാവാൻ കോടതിയിൽ പോവുകയും കേസ് തുടങ്ങാൻ വൈകുകയും ചെയ്തു. നമസ്കാരത്തിനുള്ള സമയമായി. മറ്റുള്ളവർ തടഞ്ഞെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നമസ്കാരത്തിനായി ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പോയി. പോയ ഉടനെ തന്നെ കേസിൽ ഹാജരാവാൻ വിളിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ആരാധനയിൽ നിമഗ്നനായിരുന്നു. നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിലെത്തി. അന്നത്തെ ഭരണ നിയമം അനുസരിച്ച് ആ അവസ്ഥയിൽ മജിസ്ട്രേറ്റ് എതിർകക്ഷിക്ക് അനുകൂലമായി വിധിക്കുകയായിരുന്നു പതിവ്. എന്നാൽ അള്ളാഹുവിന് അദ്ദേഹത്തിന്റെ ആരാധന എത്രമാത്രം ഇഷ്ടപ്പെട്ടുവെന്നാൽ അള്ളാഹു മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയെ അദ്ദേഹത്തിലേക്ക് തിരിക്കുകയും അദ്ദേഹം സന്നിധനല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് അനുകൂലമായി, അദ്ദേഹത്തിന്റെ പിതാവിന് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. സ്വന്തം കേസായിരുന്നില്ല അത്. പിതാവിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അത്. അതിനായി പോയിരുന്നതും ഇഷ്ടമില്ലാതെയായിരുന്നു. പിതാവിന്റെ നിർബന്ധം കാരണത്താലായിരുന്നു പോയിരുന്നത്. വേറൊരു സ്ഥലത്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിനെ പറ്റിയും ഇതിൽ വാഗ്ദത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ രീതിയെപ്പറ്റിയും മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ജമാഅത്തോടുകൂടിയുള്ള നമസ്കാരം ശീലമാക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നു. ജമാഅത്തോടുകൂടിയുള്ള നമസ്കാരത്തെപ്പറ്റി നൽകിയ ഒരു നിർദ്ദേശം ഭാര്യയും കുട്ടികളുമൊത്ത് നമസ്കരിക്കുക എന്നതാണ്. ശീലമില്ലാതിരുന്നതിനാൽ ജമാഅത്തോടുകൂടിയുള്ള നമസ്കാരത്തിന്റെ വില ഇപ്പോൾ ഹൃദയങ്ങളിൽ ശൂന്യമാണ്. ജമാഅത്തോടുകൂടിയുള്ള നമസ്കാരത്തിന്റെ ശീലമില്ലാത്തതിനാൽ അതിന്റെ വില എന്താണെന്ന് ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ഒറ്റക്ക് നമസ്കരിക്കുന്ന ശീലം ഒഴിവാക്കിക്കൊണ്ട് ജമാഅത്തായി നമസ്കരിക്കാൻ ശീലിക്കേണ്ടതാണ്. ഹസ്രത്ത് വാഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാം നമസ്കാരത്തിന് പള്ളിയിൽ പോകാൻ സാധിക്കാത്ത അവസരങ്ങളിൽ വീട്ടിൽ തന്നെ ജമാഅത്തായി നമസ്കരിക്കാറുണ്ടായിരുന്നു. വളരെ വിരളമായിട്ട് മാത്രമേ ഹുസൂർ ഒറ്റയ്ക്ക് നമസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ. മിക്കവാറും ഞങ്ങളുടെ ഉമ്മയെയും കൂടെ കൂട്ടിയായിരുന്നു ജമാഅത്തായി നമസ്കരിച്ചിരുന്നത്. ഉമ്മയുടെ കൂടെ മറ്റു ചില സ്ത്രീകളും പങ്കെടുക്കാറുണ്ടായിരുന്നു. ഒന്നാമതായി എല്ലായ്പ്പോഴും കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടി
ജമാഅത്തായി നമസ്കരിക്കേണ്ടതാണ്. ഇതിനവസരമില്ലാത്തവർ ഭാര്യാമക്കളോടൊത്ത് ജമാഅത്തായി നമസ്കരിക്കണം. എല്ലായിടത്തും ജമാഅത്തായി നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാകണം. വലിയ പട്ടണമാണെങ്കിൽ, സുഹൃത്തുക്കൾ ദൂരെ താമസിക്കുന്നവരാണെങ്കിൽ അയൽപക്കങ്ങളിൽ ജമാഅത്ത് നമസ്കാര സൗകര്യം ഏർപ്പെടുത്തണം. പള്ളിയില്ലാത്തടുത്ത് പള്ളികൾ നിർമ്മിക്കാൻ ശ്രമിക്കണം. ഏതായാലും ജമാഅത്തായി നമസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നാൽ, വീട്ടിൽ തന്നെയാണെങ്കിലും കുട്ടികളോടൊത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഉപദേശിച്ചിട്ടുണ്ട്. അതായത് നമസ്കാരം അതിന്റെ എല്ലാ ഷർത്തുകളോടും കൂടി അനുഷ്ഠിക്കുക. അത് മുസ്ലിം മൗദ് തലാൻഹു പറയുന്നു, എല്ലാ കൂതും എല്ലാ നിയമങ്ങളോടും കൂടി നമസ്കാരം അനുഷ്ഠിക്കുന്നത് ഉന്നത നിലവാരമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നാം നമ്മുടെ അറിവില്ലായ്മയും പക്വതക്കുറവ് നിമിത്തം ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായാൽ അത് ഉപയോഗശൂന്യമായ വസ്തുവായി തീരുന്നതാണ്. നമസ്കാരത്തിന്റെ സൗന്ദര്യം അതിനെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നതിലാണ്. ശ്രദ്ധയില്ലാതെ അനുഷ്ഠിച്ചാൽ അത് നിഷ്ഫലമായി തീരും. അങ്ങനെയുള്ള നമസ്കാരം ഒരിക്കലും അനുഗ്രഹീതമല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, കോഴി ധാന്യം കൊത്തി തിന്നുന്ന പോലെയാണ് ആളുകൾ നമസ്കരിക്കുന്നത്. അത്തരം നമസ്കാരം ഒരു ഉപകാരവും നൽകുകയില്ല. എന്നാൽ പലപ്പോഴും അത്തരം നമസ്കാരം നാശത്തിന് കാരണമാകുന്നു. ഒരിക്കൽ ആരോ ഹസ്രത്ത് മുസ്ലിം മൗദ് തആലാനോട് പരാതിപ്പെടുകയുണ്ടായി. അതായത് ചെറിയവർ വലിയവരോട് സലാം പറയുന്നില്ല എന്ന്. ഇതിൽ അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, സലാം പറയാനുള്ള കൽപ്പന രണ്ടുപേർക്കും ഒരുപോലെയാണ്. തുടർന്ന് മുസ്ലിം മൗദ് തആലാനഹു പറയുകയുണ്ടായി, ഞാൻ മസീഹ് മൗഊദ് അതായത് അദ്ദേഹം വന്നില്ലെങ്കിൽ താങ്കളോട് ചെല്ലെന്റെ മഹാനെ, അതിലെന്താണ് ഇത്ര മാനഹാനി? എന്നിട്ട് അരുളി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന ഒരു സഹോദരൻ അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്കത് സ്വയം അനുഷ്ഠിച്ചുകൂടെ? ഇനി പരാതി സത്യമാണെങ്കിൽ, ഇത് ദുസ്വഭാവം ചെയ്യുന്നില്ലെങ്കിൽ ഓഫീസർ സ്വയം ആദ്യം സലാം പറയുക. അരുളുന്നു, ഇത് ഞാൻ സ്വയം ചെയ്യാറുള്ള രീതിയാണ്. ഓർമ്മ വരുമ്പോൾ ഞാൻ തന്നെ ആദ്യം സലാം ചൊല്ലും. ചിലപ്പോൾ ശബ്ദം വിട്ടു പോകുമ്പോൾ മറ്റേയാളായിരിക്കും പറയുക. ഇത്തരം കാര്യങ്ങളിൽ നാസിർമാർ നീരസം കാണിക്കുന്നതിന് പകരം സ്വയം മാതൃകകളാവണം. നമ്മുടെ ഓരോ ഭാരവാഹിയും ചെയ്യേണ്ടത് അവനവന്റെ മാതൃക കാണിക്കുക എന്നതാണ്. ചെറിയ ആൾ വന്ന് സലാം പറയാൻ കാത്തിരിക്കേണ്ടതില്ല. ചില മുതിർന്നവർ അവർ തന്നെ സലാം പറഞ്ഞാൽ കൃത്യമായി സലാം മടക്കാത്തവരായിട്ടുമുണ്ട്. അങ്ങനെയും എനിക്ക് പരാതി വരാറുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പരാതി ഉണ്ടെങ്കിൽ ജനങ്ങൾക്കും പരാതിയുണ്ട്. സലാം പറഞ്ഞാൽ മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ വളരെ അവ്യക്തമായാണ് സലാം മടക്കുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ രീതിയിൽ അശ്രദ്ധമായി സലാം മടക്കുന്നു. അപ്പോൾ ജമാഅത്തിന്റെ അകത്ത് എല്ലാ വിഭാഗക്കാർക്കും സലാം പറയുന്ന ശീലമുണ്ടായിരിക്കണം. ഇത് ഹദീസിലുമുണ്ട്. പിന്നീട് ഒരു സംഭവത്തിലൂടെ വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അദ്ദേഹത്തോട് ജനങ്ങൾ എങ്ങനെയാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്ന് വിവരിച്ചു കൊണ്ട് പറയുന്നു, 1897 ഒക്ടോബറിൽ അദ്ദേഹത്തിന് ഒരു സാക്ഷ്യം പറയാനായി മുൽത്താനിൽ പോകേണ്ടി വന്നു. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മടങ്ങി വന്നപ്പോൾ കുറച്ചു ദിവസം അദ്ദേഹം ലാഹോറിൽ തങ്ങി. ഏതെല്ലാം വഴികളിലൂടെ അദ്ദേഹം നടന്നുപോയോ അവിടെയുള്ളവർ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയായിരുന്നു. വളരെ ഉയർന്ന സ്വരത്തിൽ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുസ്ലിം മൗദ് തആലാനഹുവിന് ആ സമയത്ത് 8 വയസ്സായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനും ഈ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ലോകർ അദ്ദേഹത്തെ വെറുക്കുന്നതിന്റെ കാരണമൊന്നും എനിക്ക് മനസ്സിലായില്ല.
അത് കാരണം അദ്ദേഹം ഏതു വഴി പോയാലും ജനം പരിഹസിക്കുന്നത് കണ്ട് ഞാൻ അമ്പരന്നു. ആളുകൾ കൈകൊട്ടുന്നു, വിസിലടിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞിരുന്നു, ബാക്കിഭാഗം തുണി കൊണ്ട് മറച്ചിരുന്നു. കൈ മുറിഞ്ഞതിന്റെ മുറിവാണോ അല്ല പുതിയ വല്ല മുറിവാണോ എന്നറിയില്ല. ഏതായാലും മുറിവേറ്റ അയാൾ പോലും ജനങ്ങളോടൊപ്പം ചേർന്ന് മസ്ജിദിന്റെ കോണിപ്പടിയിൽ കയറി നിന്ന് തെറി വിളിക്കാറുണ്ടായിരുന്നു. തന്റെ അറ്റ കൈ മറ്റേ കൈയിൽ അടിക്കാറുണ്ടായിരുന്നു. മറ്റുള്ളവരോടൊപ്പം ചേർന്നുകൊണ്ട് ഹായ് ഹായ് മിർസ നഡ്ഗയ എന്ന് ബഹളം കൂട്ടാറുണ്ടായിരുന്നു. അതായത് അദ്ദേഹം മത്സരത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറയാറുണ്ടായിരുന്നു. നൗദുബില്ല. ഞാൻ ഈ കാഴ്ച കണ്ട് ശരിക്കും ചകിതനായിപ്പോയി. പ്രത്യേകിച്ച് കൈമുറിഞ്ഞ ആ ആളെ കണ്ടിട്ട്. കൈയില്ല എന്നിട്ടും കൈകൊട്ടാൻ ശ്രമിക്കുന്നു. കണ്ണെടുക്കാതെ ഞാൻ അയാളെ തന്നെ നോക്കി നിന്നു. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാഹോറിൽ നിന്ന് പിന്നീട് ഖാദിയനിലേക്ക് പോവുകയുണ്ടായി. ഒരു കേസിൽ മജിസ്ട്രേറ്റിന്റെ ഉറച്ച തീരുമാനമായിരുന്നു. എന്നല്ല, അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു, വാഗ്ദത്ത മസീഹിനെ തീർച്ചയായും ശിക്ഷിക്കുമെന്ന്. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരിടത്ത് പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ കാനൂശുമാരി നടത്തിയപ്പോൾ അവരുടെ എണ്ണം 700 ആയിരുന്നു. സഹാബാക്കൾ വിചാരിച്ചു, ശത്രുക്കൾ തങ്ങളെ നശിപ്പിച്ചേക്കുമോ എന്ന ചിന്ത തിരുമേനിക്കുണ്ടായതുകൊണ്ടാവാം തിരുമേനി കാനേശുമാരി നടത്തിയത് എന്ന്. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇപ്പോൾ നാം 700 ആളുകളുണ്ട്. ആരെങ്കിലും നമ്മെ നശിപ്പിക്കാൻ ഒരുമ്പെടുമെന്ന് ഇനിയും നമുക്ക് വിചാരിക്കാവുന്നതാണോ? എത്ര മനോഹരമായ ഈമാനായിരുന്നു അവരുടേത്. അവരുടെ എണ്ണം 700 ആയിരുന്നപ്പോഴും അവരെ ശത്രുക്കൾക്ക് നശിപ്പിക്കാൻ ആവുമെന്ന് അവർക്ക് വിചാരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈമാന്റെ ശക്തി വളരെ വലുതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഗുർദാസ്പൂരിലായിരുന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. അതായത് അത് മുസ്ലിം മൗഊദ്, ഈ സംഭവം നടന്ന സദസ്സിൽ മുസ്ലിം മൗഊദ് ഉണ്ടായിരുന്നില്ല. ആ സദസ്സിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഖാജ കമാലുദ്ദീൻ സാഹിബും മറ്റു ചില അഹമ്മദികളും വളരെ പരിഭ്രമിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ കേസ് കേൾക്കുന്ന ഇന്ന മജിസ്ട്രേറ്റ് ലാഹോറിൽ പോയിരുന്നു. ആര്യ സമാജക്കാർ അദ്ദേഹത്തോട് മിർസ സാഹിബ് നമ്മുടെ മതത്തിന്റെ എതിരാളിയായതിനാൽ അദ്ദേഹത്തെ ഏതായാലും ശിക്ഷിക്കണമെന്ന് നിർബന്ധിക്കുകയുണ്ടായി. ഒരു ദിവസത്തേക്കെങ്കിലും ശിക്ഷിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ അത് താങ്കൾ സമുദായത്തോട് ചെയ്യുന്ന വലിയ സേവനമായിരിക്കും. അങ്ങനെ അദ്ദേഹം അവർക്ക് വാക്കുകൊടുത്തു, ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ ശിക്ഷിക്കുമെന്ന്. വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാം ഇത് കേട്ടപ്പോൾ കിടക്കുകയായിരുന്ന അദ്ദേഹം ഇത് കേട്ട ഉടനെ കൈകൾക്ക് തല ചായ്ച്ചു കിടന്നു. എന്നിട്ട് പറഞ്ഞു, ഖാജ സാഹിബ്, നിങ്ങൾ എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ സിംഹത്തെ ആർക്കെങ്കിലും തൊടാനൊക്കുമോ? അങ്ങനെ അള്ളാഹു ആ മജിസ്ട്രേറ്റിന് ശിക്ഷ നൽകുകയുണ്ടായി. ആദ്യം അദ്ദേഹത്തിന് ഗുർദാസ്പൂരിൽ നിന്നും സ്ഥലമാറ്റം നടത്തുകയും പിന്നീട് അയാൾക്ക് ഡിമോഷൻ നൽകുകയും, അതായത് അദ്ദേഹത്തിന് വിധി നൽകാൻ കഴിയാതെയായി വേറെ മജിസ്ട്രേറ്റ് വന്നിട്ടാണ് വിധി നൽകിയത്. ഈമാന്റെ ശക്തി വളരെ പ്രൗഢമാണ്. അതിനെ നേരിടാൻ ആർക്കുമാവില്ല. ജമാഅത്തിൽ പുതിയ ആളുകൾ വരുന്നതുകൊണ്ട് അവരുടെ ഈമാനിലും ആത്മാർത്ഥതയിലും വർധനവുണ്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. എണ്ണത്തിൽ വർധനവുണ്ടായി എന്നതിൽ മാത്രം സന്തോഷിക്കരുത്. ഒരുവന്റെ വീട്ടിൽ 100 സേർ പാലുണ്ടെങ്കിൽ അതിൽ 100 സേർ വെള്ളം ഒഴിച്ചുകൊണ്ട് അവന് സന്തോഷം കൊള്ളാനാവില്ല. അവന്റെ പാല് 20 സേർ അപ്പോൾ ആ തീരുന്നില്ല. പാല് തന്നെ വർദ്ധിപ്പിച്ചാലാണ് അവന് സന്തോഷമുണ്ടാവുക. പാല് വർദ്ധിപ്പിക്കുന്നതിലാണ് കൂടുതൽ പ്രയോജനമുള്ളതും. അതിനാൽ പുതിയതായാലും പഴയതായാലും നമുക്ക് നമ്മുടെ ഈമാനിൽ പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. ആ 700 ആളുകളുടെ ഈമാൻ എപ്രകാരമായിരുന്നു എന്നാൽ ലോകത്ത് ആർക്കും അവരെ തോൽപ്പിക്കാനാവില്ല എന്ന് തോന്നിപ്പിച്ചിരുന്നു. ലോകത്തിന് അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് ലോകം കാണുകയുമുണ്ടായി.
ഈ കേസിനെ സംബന്ധിച്ച് തന്നെ ഒരു സ്ഥലത്ത് വീണ്ടും പറയുന്നു, ദീർഘനേരം സംസാരിക്കുക എന്നത് ഖ്വാജ സാഹിബിന്റെ ശീലമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹുസൂർ, മജിസ്ട്രേറ്റ് തീർച്ചയായും തടവിലാക്കുന്നതാണ്, അദ്ദേഹം ശിക്ഷിക്കുന്നതാണ്. ഏതൊരു കക്ഷിയുമായി സന്ധി ചെയ്യുന്നതാണ് നല്ലത്. വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം കൈമുട്ട് താങ്ങിക്കിടന്നുകൊണ്ട് പറഞ്ഞു, ഖാജ സാഹിബ്, ദൈവത്തിന്റെ സിംഹത്തെ കൈവെക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ദൈവത്തിന്റെ സിംഹമാണ്, അവൻ എന്നൊന്ന് തൊട്ടു നോക്കട്ടെ, അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുന്നതാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ കേസിൽ വിധി കൽപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന 2 മജിസ്ട്രേറ്റുമാരിൽ ഒരാളുടെ മകന് ഭ്രാന്ത് പിടിച്ചു. അയാളുടെ ഭാര്യ അയാൾക്ക് എഴുതി, സ്ത്രീ അദ്ദേഹത്തെ ദൈവനിയോഗിതനാണെന്ന് വിശ്വസിച്ചിരുന്നില്ലെങ്കിലും അവർ എഴുതുകയുണ്ടായി, നിങ്ങളൊരു പാവ മുസ്ലിമിനെ അപമാനിച്ചിരിക്കുകയാണ്, അതിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടിക്ക് ഭ്രാന്ത് വന്നത്. ഇനി 2ാമത്തെ മകനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. പഠിപ്പും വിവരമുള്ള ആ മജിസ്ട്രേറ്റ് ചിന്തിച്ചത്, എന്ത് വിഡ്ഢിത്തമാണ് എന്റെ ഭാര്യ പറയുന്നത് എന്നാണ്. അയാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അയാൾ ഇതിലേക്ക് ശ്രദ്ധിച്ചതുമില്ല. അതിന്റെ ഫലമായി അയാളുടെ 2ാമത്തെ മകൻ പുഴയിൽ മുങ്ങി മരിച്ചു. രാവി എന്ന പുഴയിൽ അവർ കുളിക്കുകയായിരുന്നപ്പോൾ മുതല വന്ന് അവന്റെ കാല് കടിച്ച് വലിക്കുകയുണ്ടായി. ആ മജിസ്ട്രേറ്റ് വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാമിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മുഴുവൻ സമയവും അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നു. അവിടുന്ന് ദാഹം അനുഭവപ്പെട്ടപ്പോൾ വെള്ളം കുടിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ ഖ്വാജ സാഹിബ് വെള്ളം കുടിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അയാൾ അനുവദിച്ചില്ല. 2ാമത്തെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം നേരത്തെ വിവരിച്ചതുപോലെ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ ആളുകൾ വളരെയധികം അക്രമം കാണിക്കാനായി തുനിഞ്ഞിറങ്ങിയവരായിരുന്നു. അവർ തങ്ങളുടെ പര്യവസാനവും കാണുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ പോവുകയായിരുന്നു. മജിസ്ട്രേറ്റിന്റെ പര്യവസാനം വിവരിച്ചുകൊണ്ട് പറയുന്നു, ലുധിയാനയിലെ സ്റ്റേഷനിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു. മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പെരുമാറിയ മജിസ്ട്രേറ്റ് മുസ്ലിം മൗഊദിനെ ലുധിയാന സ്റ്റേഷനിൽ വെച്ച് കാണുകയുണ്ടായി. വളരെ വേദനയോടെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് ക്ഷമ പ്രദാനം ചെയ്യുന്നതിന് എനിക്ക് വേണ്ടി ദുആ ചെയ്താലും. എന്നിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഈ അടയാളങ്ങൾ അള്ളാഹു തന്റെ പ്രവാചകന്മാരുടെ സത്യത ലോകത്ത് തെളിയിച്ചു കാട്ടുന്ന ബയ്യിനാത്തുകളാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ റുസ്തമിന്റെ വീട്ടിൽ കള്ളൻ കയറി. റുസ്തം വളരെ ധീരനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധി ഒരു പോരാളി എന്ന നിലയിൽ എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. വാൾപ്പയറ്റിന് പേര് കേട്ടവനായിരുന്നു അദ്ദേഹം. എന്നാൽ ഗുസ്തിയിൽ എല്ലാവരും നിപുണനായി കൊള്ളണമെന്നില്ല. ഏതായാലും കള്ളൻ കയറി. അയാൾ കള്ളനെ പിടിക്കാൻ ശ്രമിച്ചു. കള്ളന് ഗുസ്തി നന്നായി അറിയാമായിരുന്നു. അവൻ റുസ്തമിനെ താഴെ അടിച്ചിട്ടു. ഞാനിപ്പോൾ കൊല്ലപ്പെടുമെന്ന് റുസ്തം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ റുസ്തം എത്തി. ഇത് കേട്ട കള്ളൻ അയാളെ വിട്ട് ഓടിക്കളഞ്ഞു. ചുരുക്കത്തിൽ കള്ളൻ റുസ്തവുമായി മല്ലിടുകയായിരുന്നു. എന്നല്ല, അടിച്ചു വീഴ്ത്തുക പോലും ഉണ്ടായി. പക്ഷെ റുസ്തമിന്റെ പേര് കേട്ട മാത്രയിൽ ഓടിക്കളഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹുസൂർ ഉപദേശിക്കുകയുണ്ടായി, ചില ആളുകൾ കിംവദന്തികൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവേശം കെടുത്താറുണ്ട്. പറയുന്നു, ഒരാളുടെ വീടിന് തീ പിടിച്ചാൽ അത് അവൻ അത്ര ബാധിക്കില്ല, അവൻ അത് കെടുത്താനുള്ള ശ്രമത്തിലായിരിക്കും. എന്നാൽ കൂടുതൽ വിഷമിപ്പിക്കുക തീ പിടിച്ചു എന്ന വാർത്തകൾ പരക്കുകയും എന്നാൽ താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് അവന് മനസ്സിലാകുമ്പോഴുമാണ്. വീണ്ടും പറയുന്നു, ഒരു സ്ഥലത്ത്
ബോംബ് പൊട്ടുമ്പോഴുള്ള ഭീതിയേക്കാൾ കൂടുതലാണ് ബോംബ് പൊട്ടുന്നതിന് മുമ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകാൻ പോകുന്നുവെന്ന വാർത്ത പരക്കുന്നത്. ചില തെറ്റായ കിംവദന്തികൾ ചിലപ്പോൾ ഭീരുത്വമുണ്ടാക്കുന്നു. അതിനാൽ ധീരത നിലനിർത്താൻ തെറ്റായ കിംവദന്തികൾ പരക്കുന്നതിൽ നിന്നും തടയേണ്ടതാണ്, അതിനെ നേരിടേണ്ടതാണ്. റുസ്തമിനെ കള്ളൻ പരാജയപ്പെടുത്തി, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിനെ ഭയപ്പെട്ടിരുന്നു. ഈ പേര് കാരണം കള്ളൻ ഓടിപ്പോയി. ഇതുപോലെ കിംവദന്തികൾ തെറ്റായ രീതിയിൽ ചുറ്റുപാടുകളെ ഭീതിജനമാക്കി തീർക്കാറുണ്ട്. അതുകൊണ്ട് കിംവദന്തികളിൽ നിന്ന് വിട്ടുനിൽക്കണം. അത്തരം അവസ്ഥകളിൽ ധൈര്യത്തോടെ അതിനെ നേരിടുകയും വേണം. കറംദീന്റെ കേസിനെ സംബന്ധിച്ച് പറയുന്നു, 1902 അവസാനത്തിൽ കറംദീൻ എന്ന വ്യക്തി മസീമൂദ് ഇസ്ലാത്തു വസ്സലാമിനെതിരിൽ കേസ് കൊടുത്തു. അങ്ങനെ ഹുസൂറിന് ജാലം എന്ന സ്ഥലത്ത് അവിടുത്തെ കോടതിയിൽ ഹാജരാവാൻ സമൻസ് അയച്ചു. അങ്ങനെ ഹുസൂർ ജനുവരി 1902 കോടതിയിലെത്തി. ഈ യാത്ര തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ തുടക്കമായിരുന്നു. ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഹുസൂർ പോയത്. എന്നിട്ടും ജനങ്ങൾ എത്രമാത്രം ഒരുമിച്ച് കൂടിയെന്നാൽ ഊഹിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. ജേലം സ്റ്റേഷനിൽ ഹുസൂർ ഇറങ്ങിയപ്പോൾ ജനക്കൂട്ടം എത്രത്തോളമായിരുന്നു എന്നാൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. മാത്രമല്ല സ്റ്റേഷന് പുറത്തും ജനങ്ങൾ തടിച്ചുകൂടിയ കാരണത്താൽ വാഹനത്തിന് കടന്നുപോകാൻ പ്രയാസമായിരുന്നു. ഇതുവരെ എന്നാൽ ജില്ലാ ഓഫീസർമാർക്ക് പ്രത്യേകം ഏർപ്പാട് ചെയ്യേണ്ടി വന്നു. ഗുലാം ഹൈദർ സാഹിബ് തഹസിൽദാരുടെ സ്പെഷ്യൽ ഡ്യൂട്ടി വെക്കുകയുമുണ്ടായി. അദ്ദേഹം വളരെ നല്ല രീതിയിൽ വഴിയൊരുക്കിക്കൊണ്ട് വാഹനം കടന്നുപോകാനുള്ള വഴിയൊരുക്കുകയുണ്ടായി. പട്ടണം എത്തുന്നതുവരെ ജനക്കൂട്ടം കാരണം വാഹനത്തിന് പോകാൻ സാധിച്ചിരുന്നില്ല. പട്ടണ നിവാസികളെ കൂടാതെ അയൽ ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഏകദേശം 1000 ആളുകൾ ആ സ്ഥലത്ത് വെച്ച് ബയ്യത്ത് ചെയ്തു. അദ്ദേഹം കോടതിയിലെത്തിയപ്പോൾ അവിടെയും ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. കോടതിയിലെ വിചാരണ കാണാൻ വന്ന ആ ജനങ്ങളെ നിയന്ത്രിക്കാൻ കോടതി നന്നായി ബുദ്ധിമുട്ടേണ്ടി വന്നു. ദൂരെ മൈതാനം വരെ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. ഏതായാലും ആദ്യത്തെ വിചാരണയിൽ തന്നെ ഹുസൂറിനെ കുറ്റവിമുക്തനാക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സൗഖ്യത്തോടെ തിരിച്ചു പോന്നു. ഏതായാലും അതിനുശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ ജമാഅത്തിന്റെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. 1903 മുതൽ അദ്ദേഹത്തിന് അത്ഭുതകരമായ പുരോഗതി ലഭിക്കുകയുണ്ടായി. ചിലപ്പോൾ ഒരു ദിവസം 500ഓളം ബയ്യത്തുകളുടെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികളുടെ എണ്ണം ലക്ഷങ്ങളിൽ വരെ എത്തുകയുണ്ടായി. എല്ലാ തരക്കാരായ ആളുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. ഈ ജമാഅത്ത് വളരെ ശക്തിയോടെ വ്യാപിക്കാൻ തുടങ്ങി. പഞ്ചാബിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചു. അള്ളാഹു അക്രമികൾക്ക് എങ്ങനെയാണ് ശിക്ഷ നൽകുന്നത്? മജിസ്ട്രേറ്റിന്റെ സംഭവം നിങ്ങൾ കേൾക്കുകയുണ്ടായി. ഒരു സംഭവം കൂടി വിവരിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ ലക്നൌവിൽ പോയി. അവിടെ ഒരു സർഹദി മൗലവി അബ്ദുൽ കരീം എന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹം ജമാഅത്തിന്റെ കഠിന വിരോധിയായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തു. അതിൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാത്തു വസ്സലാമിന്റെ ഒരു സംഭവത്തെ വളരെ നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു. സംഭവം ഇതായിരുന്നു. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാത്തു വസ്സലാം ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഞങ്ങളുടെ ബന്ധുവിലുള്ള ഒരു അമ്മാവൻ മിർസ ഹൈറത്ത് ദഹ്ലവി ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു കാര്യം ചെയ്തും എന്താണെന്ന് വെച്ചാൽ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ അദ്ദേഹം വരികയും അത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ പേടിപ്പിക്കാനായി മസീഹ് സ്വലാത്തു വസ്സലാമിനോട് പറയുകയുണ്ടായി, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്, സർക്കാർ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്ന് നോട്ടീസ് നൽകാനാണ് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഒരുപാട് നഷ്ടം സംഭവിക്കുന്നതായിരിക്കും. उसने हमारे आने के बाद एक तकरीर की जिसमें അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഗൗനിച്ചില്ല. എന്നാൽ ചില സുഹൃത്തുക്കൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. वो वाकया ये था അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഇയാൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ അവിടുന്ന് കടന്നുകളഞ്ഞു. ഈ സംഭവത്തെ മൗലവി അബ്ദുൽ കരീം സർഹദി അനാഹ്മദിയായ ആ മൗലവി ഇത്തരത്തിലാണ് അവതരിപ്പിച്ചത്. നോക്കൂ, ഇയാൾ നബിയാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. എന്നാൽ ഇയാൾ ഡൽഹിയിൽ പോയപ്പോൾ മിർസ ഹൈറത്ത് പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ അദ്ദേഹത്തിനടുത്ത് ചെല്ലുകയുണ്ടായി. അദ്ദേഹം വീട്ടിൽ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഇത് ശരിയല്ല. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ മുറ്റത്തായിരുന്നു ഇരുന്നിരുന്നത്. ഏതായാലും അയാൾ ഇത് കേട്ടപ്പോൾ മൗലവി അബ്ദുൽ കരീം പറയുകയാണ്, പോലീസ് ഇൻസ്പെക്ടർ വന്നിരിക്കുന്നു എന്ന് അയാൾ, അതായത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ എത്രമാത്രം പേടിച്ചു എന്നാൽ കോണിപ്പടിയിൽ നിന്ന് കാൽ വഴുതി മുഖം കുത്തി വീഴുകയുണ്ടായി. ഈ പ്രസംഗം കേട്ടുകൊണ്ട് ജനങ്ങൾ ആർത്തു ചിരിച്ചു. എന്നാൽ സംഭവിച്ചതെന്താണ്? ഈ സംഭവത്തിന് ശേഷം അള്ളാഹു എങ്ങനെയാണ് അയാളെ പിടിച്ചത്? ആ രാത്രി തന്നെ മൗലവി അബ്ദുൽ കരീമിനെ അള്ളാഹു പിടിക്കുകയുണ്ടായി. അദ്ദേഹം തന്റെ വീടിന്റെ ടെറസിൽ ഉറങ്ങുകയായിരുന്നു. രാത്രി എന്തോ കാര്യത്തിനായി അയാൾ എണീച്ചു. ടെറസിൽ ചുറുമതിലുണ്ടായിരുന്നില്ല. ഉറക്കം കാരണം കണ്ണുകൾ പൂർണ്ണമായി തുറന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഒരു കാല ടെറസിൽ നിന്നും പുറത്തേക്ക് വഴുതുകയും നേരെ താഴേക്ക് ആപതിക്കുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. നോക്കുക, മുസ്ലിമോദ് റളിയല്ലാഹു പറയുന്നു, തന്റെ ഈ ആക്രമണത്തിന് ദൈവം ശിക്ഷിക്കുമെന്ന് അയാൾക്ക് വ്യക്തമായി അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും തന്നെ അത്തരം ആക്രമണം ചെയ്യുകയായിരുന്നു. മറിച്ച് അദ്ദേഹത്തിൽ വിശ്വസിക്കുമായിരുന്നു. അത്തരം ഈമാൻ ഒരു പ്രയോജനവും നൽകുന്നതല്ല. അദൃശ്യകാര്യങ്ങളില്ലെങ്കിൽ പിന്നെ വിശ്വസിക്കുന്നത് എന്തിന്? ഈമാൻ ആവശ്യപ്പെടുന്നത്, അത് യഥാർത്ഥത്തിൽ ഈമാൻ ആവുന്നത് ഗൈബിലും വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ഗൈബിന്റെ അവസ്ഥയിലുള്ള വിശ്വാസമാണ് പ്രയോജനപ്പെടുക. പ്രതിഫലവും മറ്റു ഒഴികഴിവുകളും മുന്നിൽ കാണുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാവുന്നതാണ്. എന്തായാലും അയാളുടെ പര്യവസാനം കാണുന്നവർക്ക് ഒരു കാര്യം കൂടി വ്യക്തമായി, ദൈവത്തിന്റെ പ്രവാചകന്മാരെ പരിഹസിക്കുന്നവരുടെ പര്യവസാനം എന്താണ് എന്ന്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരെ പരിഹാസ്യമായ മനോഭാവം സ്വീകരിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു നടക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ നബിയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഈ ചീത്തവിളികൾ അള്ളാഹു വെറുതെ വിടുമോ? ഇല്ല. മറിച്ച് അള്ളാഹു അത്തരക്കാരെ ഈ ലോകത്ത് ഒരു പാഠമായി അവശേഷിപ്പിക്കുന്നതാണ്. ആയതിനാൽ ഇത്തരം ആളുകളെ മുസ്ലിങ്ങൾ ചികിത്സിക്കേണ്ടത് പ്രഹരം കൊണ്ടോ തോക്കുകൊണ്ടോ അല്ല, ദുആയിലൂടെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിനെപ്പറ്റിയുള്ള യഥാർത്ഥ അവഗാഹവും അഹമ്മദികൾക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വേദനകളെ പ്രാർത്ഥനകളാക്കി മാറ്റേണ്ടതുണ്ട്. ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ചും ദുആ ചെയ്യേണ്ടതുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം വിവരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, നേരത്തെ പറഞ്ഞ മൗലവിയുടെ സംഭവം, അതായത് ഒരുപാട് ആളുകൾ പറയാറുണ്ടായിരുന്നു മിർസ സാഹിബിന് കുഷ്ഠം വരുന്നതാണ് എന്ന്. ദൈവം അവരെ തന്നെ കുഷ്ഠരോഗത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. പലരും പറയാറുണ്ടായിരുന്നു മിർസ സാഹിബിന് പ്ലേഗ് ബാധിക്കുമെന്ന്. ഇങ്ങനെ പറഞ്ഞവരെ അള്ളാഹു പ്ലേഗ് രോഗം മുഖേന നശിപ്പിച്ചു. ഇത്തരത്തിൽ മിർസ സാഹിബിന് മഹാമാരി പിടിപെടുമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെ അള്ളാഹു മഹാമാരിക്കിരയാക്കി. ഇങ്ങനെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എത്ര വരെയാണ് ഇവയെ യാദൃശികമെന്ന് പറയുക? അന്തരംഗത്തിൽ ഒരു പരിശുദ്ധ പരിവർത്തനമുണ്ടാക്കുക. അത് ലോകത്തിന് അനുഭവപ്പെടും വിധത്തിലായിരിക്കണം. നിങ്ങളുടെ അവസ്ഥ എപ്രകാരമായിരിക്കണമെന്നാൽ നിങ്ങളുടെ തഖ്വയുടെ നിലവാരം, ദുആ സ്വീകാര്യത, അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്നിവ കണ്ടിട്ട് ജനങ്ങൾ ഈ വഴിയിലേക്ക് ആകൃഷ്ടരായി കടന്നു വരണം. ഓർത്തുകൊള്ളുക, അഹമ്മദത്തിന്റെ അഭിവൃദ്ധി ഇത്തരക്കാരിലൂടെയായിരിക്കും. നിങ്ങളുടെ നിലവാരം ഇത്തരത്തിലോ
ഇതിനോട് അടുത്തോ ആകാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങൾ വീടിന് വെളിയിൽ കാലെടുത്ത് വെച്ചില്ലെങ്കിലും ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന ഗുഹയിൽ പോയിരുന്നാലും ജനങ്ങൾ സംഘടിച്ച് നിങ്ങളെടുത്ത് വരും. ഇൻഷാ അല്ലാഹ് അഹമ്മദത്തിൽ പ്രവേശിക്കുന്നതാണ്. ഒരു സംഭവം അദ്ദേഹം വീണ്ടും വിവരിക്കുന്നു. ബാഗ്ദാദ് മസീഹ് അലൈഹിസ്സലാം സിയാൽകോട്ടിലേക്ക് പോയി. അപ്പോൾ മൗലവിമാർ ഫത്വ നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോകുന്നവരുടെ വിവാഹബന്ധം മുറിഞ്ഞു പോകുമെന്ന് അവർ ഫത്വ നൽകി. എന്നാൽ ജനങ്ങൾ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൽ എത്രമാത്രം ആകർഷകരായിരുന്നുവെന്നാൽ ഈ ഫത്വയെ ജനങ്ങൾ ഗൗനിച്ചതേയില്ല. ജനങ്ങൾ പോകുന്നത് തടയാൻ കാവൽക്കാരെ ഏർപ്പാടാക്കുകയുണ്ടായി. റോഡിൽ കല്ല് വാരി കൂട്ടുകയുണ്ടായി പോകുന്നവർ എറിയുന്നതിനു വേണ്ടി. സമ്മേളന നഗരിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു പ്രസംഗം കേൾക്കാതിരിക്കാൻ വേണ്ടി. മുസ്ലിം മൗദ് തലാനു പറയുന്നു, ബി.ടി. സാഹിബ് ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം സിയാൽകോട്ട് സിറ്റി ഇൻസ്പെക്ടർ ആയിരുന്നു. അദ്ദേഹം പിന്നീട് പോലീസ് സൂപ്രണ്ട് ആവുകയുണ്ടായി. അവിടെ ക്രമസമാധാനം നിലനിർത്താൻ ഏർപ്പാടുകൾ ചെയ്തിരുന്നത് അദ്ദേഹമായിരുന്നു, അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. ഏതായാലും പറയുന്നു, ജനങ്ങൾ ഒരുപാട് ബഹളം വെച്ചപ്പോൾ, കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ബി.ടി. സാഹിബും പ്രസംഗം കേട്ടിരുന്നതിനാൽ വളരെ അത്ഭുതപ്പെടുകയുണ്ടായി. പ്രസംഗത്തിൽ ഹുസൂർ അലൈഹിസ്സലാം ആശയപരമായി ഖണ്ഡിച്ചത്, വിമർശിച്ചത് ആര്യന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആശയത്തെയായിരുന്നു. മിർജ സാഹിബ് പറഞ്ഞത് മൗലവിമാർക്ക് എതിരാണെങ്കിൽ തന്നെയും അതിൽ ഇസ്ലാമിന് ഒരു ഭംഗവും വരുന്നില്ല തന്നെ. ഇനി ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് തെളിയിക്കുന്നത് ഇസ്ലാമിന്റെ സത്യതയാണ്. പിന്നെ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഫസാദ് ഉണ്ടാക്കുന്നത്? പറയുന്നു, അദ്ദേഹം സർക്കാർ ഓഫീസർ ആയിരുന്നെങ്കിലും അദ്ദേഹം ആ സമ്മേളനത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവം മരിച്ചുപോയിരിക്കുന്നു എന്നാണ്. മുസ്ലിങ്ങളെ, നിങ്ങൾ അതിന് എന്തിനാണ് കോപം തുള്ളുന്നത്? ഹദരത്ത് മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് ബാഗ്ദാദ് മസീഹ് അലൈഹി സ്വലാമിന്റെ വളരെ അടുത്തൊരു സഹാബിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു, അഹമ്മദത്തിന് മുമ്പ് അദ്ദേഹം വഹാബികളുടെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. അവർ അദ്ദേഹത്തെ ഒരുപാട് ആദരിച്ചിരുന്നു. എന്നാൽ അഹമ്മദിയായപ്പോൾ അദ്ദേഹത്തിന് നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നപ്പോഴും അത് അദ്ദേഹം കാര്യമാക്കിയില്ല. ദാരിദ്ര്യത്തിൽ തന്നെ അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടുകയുണ്ടായി. വളരെ സ്ഥിരചിത്തനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഒരു പണ്ഡിതനാണെന്ന് തോന്നിച്ചിരുന്നില്ല. ജനങ്ങൾ കരുതിയിരുന്നത് വല്ല തൊഴിലാളിയോ മറ്റോ ആണെന്നാണ്. വളരെ വിനയഭാവമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹസ്രത്ത് മുസ്ലിം മൗദ് തലാൻഹു പറയുന്നു, അദ്ദേഹത്തിന്റെ സംഭവം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം സിയാൽകോട്ടിൽ പോയപ്പോൾ അവിടെ കഠിനമായ എതിർപ്പുകൾ ഉണ്ടായി. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അഹമ്മദികളായി എന്ന് ആരെയൊക്കെയാണോ ശത്രുക്കൾ കരുതിയത് അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ട്രെയിനിൽ യാത്രയാക്കി തിരിച്ചു വരികയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് മേൽ ചാണകം വാരിയെറിയാൻ തുടങ്ങി. ചിലർ ചാണകം അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ ക്ലേശങ്ങളെ സഹിക്കുകയുണ്ടായി. ചാണകത്തിന്റെ ഏറ് കൊള്ളുമ്പോഴൊക്കെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുമായിരുന്നു, ഏ ദിൻ കിത്തും ഖുശിയാ കിത്തും. ആളുകൾ പറയാറുണ്ടായിരുന്നു, ആ സമയത്ത് അദ്ദേഹം ഒരിക്കലും ഇക്കാര്യത്തിൽ നെറ്റി ചുളിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ ഇതിന്റെ വിവിധ റിവായത്തുകളുണ്ട്, വ്യത്യസ്തങ്ങളാണ് അവയൊക്കെ എങ്കിലും അതിന്റെ ഉദ്ദേശം ഇപ്രകാരമാണ്. അദ്ദേഹം വളരെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ഒരിക്കലും അദ്ദേഹം നെറ്റി ചുളിക്കുകയുണ്ടായില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ജമാഅത്ത് വിരോധം കൊണ്ട് താൻ അനുഭവിച്ചിരുന്ന ക്ലേശം അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് അദ്ദേഹം കരുതുകയുണ്ടായി. പറയുന്നു, അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു. താൻ അഹമ്മദിയാവാനുള്ള ഒരു സംഭവം അദ്ദേഹം വിവരിക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞാണ് അദ്ദേഹം അഹമ്മദിയായതെങ്കിലും വാദത്തിന് മുമ്പേ തന്നെ ബാഗ്ദാദ് മസീഹ് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇടയ്ക്ക് കുറച്ച് താമസം നേടുകയുണ്ടായി. അദ്ദേഹം തുടക്കത്തിൽ ബാഗ്ദാദ് മസീഹിനെ പറ്റി കേട്ടപ്പോൾ നടന്നുകൊണ്ട് ഖാദിയാനിൽ വന്നു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ബാഗ്ദാദ് മസീഹ് അലൈഹി സ്വലാം ഗുർദാസ്പൂരിലേക്ക് പോയിരിക്കുന്നു എന്നാണ്.
ഏതോ കേസിനു വേണ്ടി ഹാജരാകേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ കാര്യമായിരുന്നു, ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ഉടനെ ഗുർദാസ്പൂരിലെത്തി. അവിടെ ഹാഫിസ് ഹാമിദ് അലി സാഹിബ് മർഹൂമിനെ കണ്ടു. അദ്ദേഹം കുറെ കാലമായി വാഗ്ദ് മസീഹ് അലൈഹി ഇസ്ലാമിനെ സേവനം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. എപ്പോഴും മസീഹുദ്ദീനോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു. വാഗ്ദ് മസീഹ് അലൈഹി ഇസ്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. വാഗ്ദ് മസീഹ് അലൈഹി ഇസ്ലാമിൻ താമസിച്ചിരുന്ന മുറിയുടെ വാതിൽക്കൽ മുള കൊണ്ടുള്ള കർട്ടൻ ഉണ്ടായിരുന്നു. മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് ചോദിച്ചപ്പോൾ ഹാഫിസ് അഹമ്മദ് അലി സാഹിബ് പറഞ്ഞു, മസീഹ് സ്വലാത്തു വസ്സലാം തന്റെ മുറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഹാഫിസ് സാഹിബ് പറഞ്ഞു, ജോലി തിരക്ക് കാരണം വാഗ്ദ് മസീഹ് അലൈഹി സ്വലാം തന്നെ വിളിക്കരുത് എന്ന് വിലക്കിയിരിക്കുകയാണ്. മൗലവി സാഹിബ് ഒരുപാട് അപേക്ഷിച്ചു എങ്ങനെയെങ്കിലും കാണാൻ അനുവദിക്കണമെന്ന്. എന്നാൽ ഹാഫിസ് സാഹിബ് പറഞ്ഞു, ഞാനെന്ത് പറയാനാണ്, അദ്ദേഹം മുലാഖത്ത് നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരുപാട് അപേക്ഷിച്ചതിന് ശേഷം മുള കൊണ്ടുള്ള കർട്ടനിലൂടെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. അല്ലെങ്കിൽ മസീഹ് സ്വലാത്തു വസ്സലാം കാണാതെ അദ്ദേഹത്തെ ഒന്ന് കണ്ടോട്ടെ എന്ന് അപേക്ഷിച്ചു. മുസ്ലിം മൗദ് പറയുന്നു, വിശദമായി എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം മസീഹ് സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്ന ആ മുറിയിലേക്ക് പോയി. മുളയുടെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ കണ്ടത് വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം ഉലാത്തുന്നതായാണ്. ആ സമയത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ചുമൽ ഭാഗം വാതിലിനോട് അടുത്തായിരുന്നു. വളരെ വേഗത്തിൽ മതിൽ ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിമോദ് പറയുന്നു, മസീഹ് സ്വലാത്തു വസ്സലാം വല്ല ഗ്രന്ഥമോ വിജ്ഞാപനമോ കവിതയോ എഴുതുമ്പോൾ ഉലാത്തിക്കൊണ്ട് തന്നെയാണ് എഴുതുക. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശീലമായിരുന്നു അത്. കൂടെ തന്നെ ചെറിയ ശബ്ദത്തിൽ അത് വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് അത് മസീഹ് സ്വലാത്തു വസ്സലാം ഒരു ലേഖനം എഴുതുകയായിരുന്നു, വളരെ വേഗത്തിൽ ഉലാത്തുകയും ചെയ്യുകയായിരുന്നു, കൂടെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. വാതിലിനടുത്തെത്തിയപ്പോൾ മസീഹ് സ്വലാത്തു വസ്സലാം അവിടുന്ന് തിരിച്ചു വരാൻ തിരിഞ്ഞു. അപ്പോൾ മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് പറയുകയാണ്, ഞാൻ അവിടുന്ന് ഓടിപ്പോയി, എന്നെ അദ്ദേഹം കാണാതിരിക്കാനായി. ഹാഫിദ് അഹമ്മദ് അലി സാഹിബ് ചോദിച്ചു, എന്തുണ്ടായി? ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായി. പഞ്ചാബിയിൽ അദ്ദേഹം പറഞ്ഞു, മുറിയിൽ ഇത്രയും വേഗത്തിൽ നടക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനം വളരെ ദൂരത്തായിരിക്കണം. അന്നു മുതൽ വാഗ്ദ് മസീഹ് അലൈഹി സ്വലാം ഒരു മഹത്തായ കാര്യം ചെയ്യുന്നതാണ് എന്ന കാര്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രൂഢമൂലമാവുകയുണ്ടായി. മുസ്ലിം മൗദ് പറയുന്നു, ആത്മീയ ദൃഷ്ടികൾ മാത്രമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണിത്. അന്ന് അദ്ദേഹം വാഗ്ദ് മസീഹ് അലൈഹി സ്വലാമിനോട് ഒന്നും സംസാരിക്കാതെ തിരിച്ചുപോയി. എന്നാൽ ഈ കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ചുപോയിരുന്നതിനാൽ അദ്ദേഹം വാദം പുറപ്പെടുവിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് അഹമ്മദത്തെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുകയുണ്ടായി. മാത്രമല്ല, ഓരോ എതിരാളിയുടെയും വിരോധം ബാധിക്കാത്ത വിധം ആത്മാർത്ഥതയുള്ള ആളായി മാറി. മുസ്ലിം മൗദ് പറയുന്നു, വളരെ വേഗത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ സ്ഥാനം തന്നെ ഒന്ന് വേറെയാണ്. കുട്ടികളിൽ വേഗം ജോലി ചെയ്യുന്നതിനും വേഗം ചിന്തിക്കുന്നതിനും വേണ്ടിയുള്ള ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. വേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധൃതിയല്ല, നന്നായി ചിന്തിച്ച് വേഗത്തിൽ പ്രവർത്തിക്കുക എന്നതാണ്. ധൃതി കാണിക്കുന്ന ശൈത്താനാണ്. എന്നാൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ, വേഗത്തിൽ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ പടയാളിയാണ്. ഈ അലസത അധിക പേർക്കും ഉണ്ടാകാറുണ്ട്. കുറച്ച് വിഷമിച്ചതിന് ശേഷം ജോലി ചെയ്യാം എന്ന് കരുതുന്നു. പക്ഷെ ജോലി എപ്പോഴും വൈകുകയുള്ളൂ. ഇത് വെറും കുട്ടികളുടെ മാത്രം കാര്യമല്ല. വലിയവർക്കും ഭാരവാഹികൾക്കും തങ്ങളുടെ ജോലികളിൽ വേഗത ഉണ്ടാക്കേണ്ടതുണ്ട്. സമയത്തെ വളരെ വിലമതിച്ച എന്നല്ല, അതിനായി വെളിപാട് വരെ ഇറക്കപ്പെട്ട ആ മസീഹിന്റെ അനുയായികളാണ് നാം. അദ്ദേഹത്തിന്റെ സമയം ഒരിക്കലും പാഴാക്കപ്പെടാവതല്ല എന്ന് അദ്ദേഹത്തിന് ഇൽഹാം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ നാം ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അദ്ദേഹം പറയുന്നു, മസീഹ് സ്വലാത്തു വസ്സലാമിനെ പകൽ മുഴുവനും വീട്ടിൽ ജോലി ചെയ്യുന്നതായാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ദിവസവും 1 മണിക്കൂർ
അദ്ദേഹം നടക്കാൻ പോകുമായിരുന്നു. ജോലികൾ, പ്രസംഗം, എഴുത്ത്, കൂടിക്കാഴ്ച ഇവയൊക്കെ ഉള്ളപ്പോഴും എന്നും നടക്കാൻ പോകാറുണ്ടായിരുന്നു. 72-74 വയസ്സ് പ്രായമുള്ളപ്പോഴും വളരെ കണിശമായി തന്നെ അദ്ദേഹം ആ ശീലം തുടർന്നു പോന്നു. ഇവിടെ വയസ്സ് കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ല, അതുകൊണ്ട് അത് സംബന്ധിച്ച ചർച്ച ഇവിടെ ആവശ്യമില്ല. ചിലരുടെ ശീലമാണ്, എന്റെ റെഫറൻസ് കേട്ടാൽ പിന്നെ അവർ പറയാൻ തുടങ്ങും, അല്ല 73 വയസ്സായിരുന്നു, അല്ല 74 വയസ്സായിരുന്നു എന്നൊക്കെ. ഇവിടെ ഏകദേശം വയസ്സാണ് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നത്. ഏതായാലും പറയുന്നു, ഇത്ര പ്രായമായിട്ടും യാതൊരു വീഴ്ചയും കൂടാതെ തുടർച്ചയായി നടക്കാൻ പോകുമായിരുന്നു. ഇതേ കണിശത നമുക്ക് പോലും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ നാം നടക്കാൻ പോകാതിരുന്നിട്ടുമുണ്ട്. എന്നാൽ വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം എന്തായാലും നടക്കാൻ പോകാറുണ്ടായിരുന്നു. തുറന്ന വായുവിൽ നടക്കുക എന്നുള്ളത്, അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നത് മസ്തിഷ്കത്തിന് നല്ലതാണ്. തഹ്രീക്ക് ജദീദിന്റെ പ്രവർത്തകരോട് മുസ്ലിം മൗദ് പറയുകയുണ്ടായി, തുറന്ന സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്താൽ ആരോഗ്യം നന്നാകുന്നതോടൊപ്പം ബുദ്ധിവികാസം ഉണ്ടാകുന്നതാണ്. അവർ ലോകത്തിന് പ്രയോജനമുള്ളതായി മാറുന്നതാണ്. ഇക്കാലത്ത് തുറന്ന സ്ഥലത്ത് കളിക്കാൻ കുട്ടികളും യുവാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാമ്യയിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും 1.5 മണിക്കൂർ കളിക്കേണ്ടത് അനിവാര്യമാണ്. ഇക്കാലത്ത് ടിവിയിലൂടെ മറ്റുള്ള കളികൾ തീർത്തും നിർത്തിയിരിക്കുകയാണ്. തടസ്സമൊന്നുമില്ലെങ്കിൽ കളിക്കുകയോ നടക്കുകയോ ചെയ്യേണ്ടതാണ്. മരണത്തെ പേടിക്കുന്നവരെ ശത്രുക്കൾ പേടിപ്പിക്കുമെന്ന കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജഹലമിന്റെ സംഭവം മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് വിവരിക്കുകയാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാൽകോട്ടിൽ പോയപ്പോൾ മൗലവിമാർ ഫത്വ ഇറക്കി, മസീഹ് മൗഊദിന്റെ പ്രസംഗം കേൾക്കാൻ പോകുന്നവരുടെ വിവാഹബന്ധം മുറിഞ്ഞു പോകുമെന്ന്. ഇയാൾ കാഫിറും ദജ്ജാലുമാണ്. ഇയാളോട് സംസാരിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും തീർത്തും ഹറാമാണ്. ഇവരെ മർദ്ദിക്കുന്നതും കൊല്ലുന്നതും പുണ്യപ്രവൃത്തിയാണ്. ഇത് മൗലവിമാരുടെ പുതിയ കാര്യമൊന്നുമല്ല, മുമ്പേ നടന്നു വരുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ഫസാദിന് അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവിടെ പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു, ജനങ്ങളും ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അവർക്ക് ഫസാദ് ഉണ്ടാക്കാൻ ധൈര്യമുണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 4 ഭാഗത്തും കൂടിയിരുന്നത് അഹമ്മദികളായിരുന്നു. അവർ പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷം തീരുമാനിച്ചു, ഇവർ പോയതിനു ശേഷം ഫസാദ് ഉണ്ടാക്കാമെന്ന്. മുസ്ലിം മൗഊദ് പറയുന്നു, ഞാനും ആ സമയത്ത് ഹുദൂർ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നു. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറപ്പെട്ടപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ വളരെ ദൂരത്തു നിന്ന് തന്നെ ആളുകൾ കല്ലെറിഞ്ഞു തുടങ്ങിയിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ കല്ല് എങ്ങനെ പതിക്കാനാണ്? വളരെ വിരളമായിട്ടായിരിക്കും നമ്മുടെ വണ്ടിക്ക് വല്ല കല്ലും വന്ന് പതിച്ചിട്ടുണ്ടാവുക. അവർ ഞങ്ങളെയായിരുന്നു എറിഞ്ഞതെങ്കിലും അത് കൊണ്ടത് തങ്ങളുടെ തന്നെ ആളുകൾക്കായിരുന്നു. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാനായി വന്ന മറ്റ് അഹമ്മദികളിൽ അവരിൽ ചിലർ അവിടുത്തെ ഗ്രാമത്തിൽ നിന്നുള്ളവരായിരുന്നു. അവരാണെങ്കിൽ അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം പല ഭാഗത്തേക്ക് മാറുകയുണ്ടായി. പുറത്തുനിന്ന് വന്നവരും തദ്ദേശീയരുമായ ചില അഹമ്മദികളുടെ മേൽ ശത്രുക്കൾ ആക്രമണം നടത്തി. ആക്രമിക്കപ്പെട്ടവരിൽ മൗലവി ബുർഹാനുദ്ദീൻ സാഹിബും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭവം ഞാൻ നേരത്തെ വിവരിച്ചതാണ്. ശത്രുക്കൾ അദ്ദേഹത്തെ പിന്തുടരുകയുണ്ടായി, കല്ലെറിഞ്ഞു, ചീത്ത പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പീടികയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വായിൽ ചാണകമിടുകയുണ്ടായി. ഇത് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൗലവി സാഹിബ് വെള്ളമുണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുകയായിരുന്നു, സുബ്ഹാനല്ലാഹ്, ഈ ദിനം മറ്റാർക്കാണ് ലഭിക്കുക? ഈ ദിനം അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വന്നാലാണ് ലഭിക്കാറ്. ഈ ദിനം അല്ലാഹു എനിക്ക് കാണിച്ചത് അവന്റെ വലിയ ഔദാര്യമാണ്. പറയുന്നു, അതിന്റെ ഫലമായി ആ അക്രമികളുടെ നഫ്സ് അവരെ പഴിക്കുകയുണ്ടായി. അവർ വളരെ ലജ്ജിതരായിക്കൊണ്ട് തിരിച്ചുപോയി. വാസ്തവത്തിൽ ഇവരെ മരണത്തെ പേടിക്കുന്നവരാണ് എന്ന് ശത്രുക്കൾ കാണുമ്പോൾ അവർ അവരെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു,
ശൈത്താൻ തന്റെ കൂട്ടുകാരെ പേടിപ്പിക്കുന്നു. അതിനാൽ ആരെങ്കിലും പേടിച്ചാൽ ശത്രു വിചാരിക്കുന്നത് ഇവർ ശൈത്താന്റെ ആളാണ് എന്നാണ്. എന്നാൽ അവൻ പേടിക്കുന്നില്ലെങ്കിൽ ഈ ആക്രമണങ്ങളെ ദൈവത്തിന്റെ വരദാനമായി കണക്കാക്കുമ്പോൾ അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ ഈ ആദരപൂർവമായ സ്ഥാനം തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അവന്റെ ഔദാര്യമാണിതെന്ന് പറയുമ്പോൾ, അവന് വേണ്ടി അടികൊള്ളാൻ സാധിച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ശത്രുക്കൾ ഭയപ്പെടുന്നു. അവർ അവസാനം ലജ്ജിക്കുന്നു. മൗലവി ബുർഹാനുദ്ദീൻ സാഹിബിനെ സംബന്ധിച്ച് ഒരു സംഭവം കൂടിയുണ്ട്. മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് ഞാൻ പറഞ്ഞതുപോലെ അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്ലിസായ സഹാബിയായിരുന്നു. വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വഫാത്തും അബ്ദുൽ കരീം സാഹിബ് ഷിയാൽക്കോട്ടി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തും കാരണമായാണ് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മദ്രസ അഹമ്മദിയ സ്ഥാപിക്കണമെന്ന ചിന്തയുണ്ടായത്. അതിനുശേഷം ജാമിയ അഹമ്മദിയ നിലവിൽ വരികയുണ്ടായി. പറയുന്നു, ഒരിക്കൽ അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് അദ്ദേഹം വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, ഞാൻ എന്റെ മരിച്ചുപോയ സഹോദരിയെ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അവരെന്നെ കണ്ടു പറയുകയാണ്. ഞാനവരോട് ചോദിച്ചു, സഹോദരി പറയൂ, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹമാണ് എന്റെ മേൽ. അവനെനിക്ക് ഒരുപാട് പുറത്തു തരികയുണ്ടായി. അവൻ എന്നെ സ്വർഗത്തിൽ വളരെ സുഖത്തോടുകൂടി ജീവിക്കാൻ അവൻ അനുവദിച്ചു. ഞാൻ ചോദിച്ചു, സഹോദരി നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവർ പറയാൻ തുടങ്ങി. ഇതും ഒരു തമാശയിൽ പറഞ്ഞു, ഞാൻ ഇവിടെ ബേർ എന്ന ഫലം വിൽക്കുകയാണ്. മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ തന്നെ പറയുകയുണ്ടായി, സഹോദരി നിന്റെ ഭാഗ്യം തന്നെ വളരെ മോശമായി പോയല്ലോ. നീ സ്വർഗത്തിൽ നിനക്ക് ഈ ബേർ എന്ന ഫലം തന്നെ വെക്കുകയാണോ പണി? ഇവരുടെ കുടുംബത്തിൽ വളരെ ദാരിദ്ര്യമുള്ളത് കൊണ്ട് സ്വപ്നത്തിലും അദ്ദേഹത്തിന്റെ ചിന്ത ഇതിലേക്കാണ് പോയത്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റിവായത്ത് കേട്ടപ്പോൾ പറയുകയുണ്ടായി, പറഞ്ഞു, മൗലവി സാഹിബ് ഇതിന്റെ വ്യാഖ്യാനം വേറെയാണ്. എന്നാൽ സ്വപ്നത്തിൽ പോലും താങ്കൾക്ക് തമാശ തന്നെയാണല്ലോ പറയാൻ തോന്നിയത്. അദ്ദേഹം തമാശയെ പറഞ്ഞതായിരുന്നു. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബേർ എന്ന ഫലം അത് യഥാർത്ഥത്തിൽ സ്വർഗീയ ഫലമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പരിപൂർണമായ സ്നേഹമാണ്. അതൊരിക്കലും അവസാനിക്കാത്ത ഒരു സ്നേഹം. അതായത് അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത സ്നേഹമാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിന്റെ വ്യാഖ്യാനം ഇതാണ്, ഞാൻ അള്ളാഹുവിന്റെ അടങ്ങാത്ത സ്നേഹം ഞാൻ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. സഹോദരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത ഒരിക്കലും അടങ്ങാത്ത ആ സ്നേഹം അത് ഞാൻ ജനങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, മുഅ്മിൻ എവിടെ തന്നെ ആയാലും അവന് ജോലി ചെയ്യേണ്ടതായി വരും. അതായത് മരണത്തിന് ശേഷം സ്വർഗത്തിൽ പോയി ഇനി ഭയങ്കര സുഖമായിരിക്കും എന്നല്ലതിന്റെ അർത്ഥം. നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും പലതും. അവരുടെ സഹോദരി പറഞ്ഞതുപോലെ, ഞാനിവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ, ഇനി ആരുടെ മനസ്സിൽ ഇതിപ്പോ നമ്മൾ സുഖിക്കേണ്ട സമയമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം അവൻ തന്റെ ഈമാനെ നഷ്ടപ്പെടുത്തി എന്നാണ്. ഏതൊരു കാര്യത്തെയാണോ ഇസ്ലാം ഈമാനും സുഖവും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ജോലി ചെയ്യുക എന്നതാണ്. അള്ളാഹു വളരെ വ്യക്തമായും പറയുന്നു, ഫൈദ ഫറഗ്ത ഫൻസബ് വൈല റബ്ബിക ഫർഗബ്. അതായത് നീ എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടുനിന്നാൽ നീ കൂടുതൽ നീ അള്ളാഹുവിന്റെ റബ്ബിൽ നീ അള്ളാഹുവിലേക്ക് വളരെയധികം കഠിനാധ്വാനം ചെയ്തതിലേക്ക് തിരിയുക. ഈ പോയിന്റാണ് നാം എപ്പോഴും ഓർമ്മ വെക്കേണ്ടത്. നിങ്ങൾക്ക് ഈ അർത്ഥത്തിൽ ഒരു തരത്തിലുള്ള സുഖവുമില്ല, വിശ്രമവുമില്ല. ലോകം ഏതൊരു കാര്യത്തിനാണോ വിശ്രമം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വിശ്രമവും നിങ്ങൾക്കില്ല. ഈ പോയിന്റാണ് നാം എന്നും ഓർമ്മ വെക്കേണ്ടത്. ലോകം ഏതൊന്നിനാണോ വിശ്രമം എന്ന് പറഞ്ഞ അർത്ഥത്തിൽ ഒരു വിശ്രമവും ഇല്ല.
എന്നാൽ ഏതൊരു വിശ്രമത്തെക്കുറിച്ചിട്ടാണോ വിശുദ്ധ ഖുർആൻ വാഗ്ദാനം നൽകുന്നത് അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നേടാവുന്നതാണ്. ലോകം ഏതൊരു അർത്ഥത്തിലാണോ വിശ്രമത്തെ കുറിക്കുന്നത് അത് തീർച്ചയായും തെറ്റാണ്. ഈ അർത്ഥത്തിൽ ഏതൊരാളാണോ വിശ്രമം ആഗ്രഹിക്കുന്നത് അവൻ ഈ ലോകത്തും അന്ധനാണ്, പരലോകത്തും അന്ധനായിരിക്കും. അതുകൊണ്ട് മുഅ്മിന്റെ ജോലിയാണ് സ്വയം തന്നെ മുഴുകിയിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഒരു ലക്ഷ്യം കരസ്ഥമാക്കിക്കൊണ്ട് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് അവൻ പോയിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. അവൻ അതിനായി തയ്യാറായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് വ്യക്തിപരവും സാമൂഹികവുമായ പുരോഗതിയുടെ രഹസ്യം. അള്ളാഹു നമുക്ക് ഇതിനു വേണ്ടിയുള്ള അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.